ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസ വേളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഓറഞ്ച് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നല്ല സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനകത്ത് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ ഒരു മീഡിയം സൈസുള്ള ഓറഞ്ച് പിഴിഞ്ഞായിട്ട് നീരെടുത്ത് വെച്ചിട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു 2 മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ 2 കോഴിമുട്ടയ്ക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒരു ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ബീറ്റ് ചെയ്യണ ഇടയ്ക്ക് ഞാൻ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വെക്കാം. നല്ല ക്രീമി രൂപമാണ് വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സ് നല്ല ക്രീമി രൂപമായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുറച്ച് ഇട്ടാണ്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പോവാണ്. കട്ടകളൊന്നും കുത്താതെ വേണ്ട ഫോൾഡ് ചെയ്യാൻ, മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ കട്ടകളൊന്നും കുത്താതെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള പൊടി കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ വെള്ള പൊസിഷൻ കൊടുങ്ങാതെ വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്യാൻ. അത് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓറഞ്ച് പിഴിഞ്ഞ നീരില്ലേ, അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം.
ഇപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി. ഇപ്പോൾ ഇതേ ഒരു ലൈറ്റ് ഓറഞ്ച് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അതുപോലെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയി. ഇനി ഞാൻ ഇതൊരു കുക്കറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിൽ കുറച്ച് ഓയിൽ തടവി മാറ്റി വെച്ചിരുന്നു. ഇനി ഞാൻ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് പൊന്തിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെന്തണമെന്ന് തുറന്ന് നോക്കിയെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.